Hi friends, I am Jibin Matthew. Welcome to GST Part 2. Previous tax system in India, that is tax system before GST. There are two types of taxes. First one, taxes levied by the union. Union means central government. And second one is taxes levied by states. Major taxes under central government are excise duty, service tax, CST or central sale tax, etc. First one, excise duty. Excise duty was a tax levied by Government of India on goods produced in India or intended for domestic sales. It is firstly paid by the manufacturer and then passed on to the final consumer. It was charged on excisable goods scheduled in Central Excise Tariff Act 1985. എക്സൈസ് ഡ്യൂട്ടി ലെവി ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ മേൽ, ഇന്ത്യയിൽ ഡൊമസ്റ്റിക് സെയിൽസിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ മേൽ ചാർജ് ചെയ്യുന്ന ടാക്സിനെയാണ് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇത് ആദ്യം പേയ്മെൻറ്റ് നടത്തുന്നത് മാനുഫാക്ചറാണ്. ഇതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അതുകൊണ്ട് ഇത് ഫൈനൽ കൺസ്യൂമറിലേക്കാണ് ഈ ടാക്സ് പാസ്ഡ് ഓൺ ചെയ്യുന്നത്. ഈ ടാക്സിൻ്റെ ബ്രെഡ് അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫൈനൽ കൺസ്യൂമേഴ്സ് ആണെന്ന് പറയാം. ഇത് ചാർജ് ചെയ്യപ്പെടുന്നത് എക്സൈസബിൾ ഗുഡ്സിൻ്റെ മേലാണ്. സെൻട്രൽ എക്സൈസ് താരിഫ് ആക്ട് 1985 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഗുഡ്സിനെയാണ് എക്സൈസബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സൈസബിൾ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുമ്പോഴാണ് എക്സൈസ് ഡ്യൂട്ടി ആപ്ലിക്കബിൾ ആവുന്നത്. Next, service tax. Service tax was a tax levied by the Government of India on taxable services provided in India except Jammu and Kashmir. It came into force under Finance Act 1994. Government of India taxable service പ്രൊവൈഡ് ചെയ്യുന്നതിന് മേൽ ചാർജ് ചെയ്തിരുന്ന ടാക്സ് ആയിരുന്നു സർവീസ് ടാക്സ്. ഇത് ആപ്ലിക്കബിൾ ആയിരുന്നത് ഓൾ ഓവർ ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. അതായത് സർവീസ് ടാക്സിൻ്റെ ആപ്ലിക്കബിലിറ്റി ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ആപ്ലിക്കബിൾ ആണ്. ഇന്ത്യയിൽ ബാക്കി എല്ലാ ഭാഗങ്ങളിലും സർവീസ് ടാക്സ് ആപ്ലിക്കബിൾ ആയിരുന്നു. ഇത് നിലവിൽ വന്നത് ഫിനാൻസ് ആക്ട് 1994 വഴിയായിട്ടാണ്. അതായത് 1994 ബജറ്റ് പാസ്സാക്കിയതിലൂടെയാണ് സർവീസ് ടാക്സ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ടാക്സബിൾ സർവീസസ് എന്നിവിടെ പറയാനുള്ള കാരണം ചില സർവീസുകളെ നെഗറ്റീവ് ലിസ്റ്റിൽ പെടുത്തിയിരുന്നു. ആ നെഗറ്റീവ് ലിസ്റ്റിൽ പെട്ടിരുന്ന സർവീസുകൾക്ക് സർവീസ് ടാക്സ് ആപ്ലിക്കബിൾ ആയിരുന്നില്ല. ബാക്കി എല്ലാ സർവീസുകൾക്കും സർവീസ് ടാക്സ് ആപ്ലിക്കബിൾ ആയിരുന്നു. Next, CST or Central Sale Tax. CST was a levy of tax on interstate trade or commerce. It was a central levy enacted in 1956, but it is administered and collected by the concerned state in which the sale originates. CST അഥവാ സെൻട്രൽ സെയിൽ ടാക്സ് ഇൻ്റർസ്റ്റേറ്റ് സെയിൽസിൻ്റെ മേൽ ഈടാക്കിയിരുന്ന ടാക്സ് ആയിരുന്നു സെൻട്രൽ സെയിൽ ടാക്സ്. അതായത് സെല്ലറും ബയറും വേറെ വേറെ സ്റ്റേറ്റിലാണെങ്കിൽ അവിടെ ആപ്ലിക്കബിൾ ആവുന്ന ടാക്സ് സെൻട്രൽ സെയിൽ ടാക്സ് ആയിരുന്നു. ഇതൊരു സെൻട്രൽ ലെവിയാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് ഈടാക്കുന്ന ടാക്സ് ആണ്. എന്നാൽ ഈ ടാക്സ് കളക്ട് ചെയ്യുകയും
ഈ ടാക്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നടത്തുകയും ചെയ്തിരുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണ്. എന്നാൽ ഇതിൻ്റെ റവന്യൂ കിട്ടുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരുന്നു. നെക്സ്റ്റ്, ടാക്സ് ലെവീഡ് ബൈ സ്റ്റേറ്റ്സ്. ഫസ്റ്റ് വൺ, വാല്യൂ ആഡഡ് ടാക്സ് ഓർ വാറ്റ്. VAT was introduced in India from 1st April 2005. VAT was an indirect tax imposed on goods at each stage of production, starting from raw materials to final product. VAT was levied on value additions at different stages of production or resale. Value addition means monetary value added at each stage. ഇന്ത്യയിൽ വാല്യൂ ആഡഡ് ടാക്സ് ഇംപ്ലിമെൻ്റ് ചെയ്ത് 1st April 2005 വാറ്റ് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. വാറ്റ് ഇമ്പോസ് ചെയ്യുന്നത് ഗുഡ്സിൻ്റെ മേലാണ്. പ്രൊഡക്ഷൻ തുടങ്ങി എല്ലാ സ്റ്റേജിലും ഉണ്ടാകുന്ന വാല്യൂ അഡീഷൻ്റെ മേലാണ് വാറ്റ് ഈടാക്കിയിരുന്നത്. റോ മെറ്റീരിയൽസ് ഫൈനൽ പ്രൊഡക്റ്റ് വരെ ആകുന്നതിന് വേണ്ടി പല സ്റ്റേജുകൾ കിടക്കേണ്ടതായിട്ടുണ്ട്. ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്ന വാല്യൂ അഡീഷൻ അഥവാ മൂല്യവർദ്ധനവ് എത്രയാണോ അതിൻ്റെ മേലായിരുന്നു വാറ്റ് ഈടാക്കിയിരുന്നത്. ഓരോ സ്റ്റേജിലും ആഡ് ചെയ്യപ്പെടുന്ന മോണിറ്ററി വാല്യൂ ആഡ് ചെയ്യപ്പെടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു സ്റ്റേറ്റ് ടാക്സ് ആയിരുന്നത് കൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റിനും വേണ്ടി സെപ്പറേറ്റ് വാറ്റ് ലോസ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, ഒക്ട്രോയ് ഓർ എൻട്രി ടാക്സ്. എൻട്രി ടാക്സ് വാസ് ഇമ്പോസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഓൺ ഗുഡ്സ് ദാറ്റ് കം ഫ്രം ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഈടാക്കിയിരുന്ന ടാക്സാണ് എൻട്രി ടാക്സ് അഥവാ ഒക്ട്രോയ് എന്ന് പറയുന്നത്. മറ്റ് സ്റ്റേറ്റിൽ നിന്ന് അഥവാ സ്റ്റേറ്റിന് പുറത്തുനിന്ന് ഗുഡ്സ് സ്റ്റേറ്റിനുള്ളിലേക്ക് കടക്കുമ്പോൾ ചാർജ് ചെയ്യുന്ന ടാക്സിനെയാണ് ഒക്ട്രോയ് അഥവാ എൻട്രി ടാക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്. എൻ്റർടൈൻമെൻറ്റ് ടാക്സ് വാസ് ലെവീഡ് ഓൺ എവരി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു entertainment such as movie tickets, major commercial shows and big private festivals. എൻ്റർടൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ മേലാണ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഈടാക്കിയിരുന്നത്. ഈ ടാക്സ് ഇമ്പോസ് ചെയ്തിരുന്നത് അഥവാ കളക്ട് ചെയ്തിരുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണ്. മൂവി ടിക്കറ്റ്, അതുപോലെ തന്നെ കൊമേഴ്സ്യൽ ഷോസ്, ഫെസ്റ്റിവൽസ്, ഇതിനൊക്കെ വേണ്ടി കളക്ട് ചെയ്യുന്ന എമൗണ്ടിൻ്റെ മേലായിരുന്നു അഥവാ ഇതിൻ്റെയൊക്കെ ടിക്കറ്റിൻ്റെ എമൗണ്ടിൻ്റെ മേലാണ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഈടാക്കിയിരുന്നത്. നെക്സ്റ്റ്, ലക്ഷറി ടാക്സ്. അക്കോർഡിംഗ് ടു ലക്ഷറി ടാക്സ് ആക്ട്, ലക്ഷറി മീൻസ് എ സർവീസ് ഓർ കമ്മോഡിറ്റി ദാറ്റ് ഈസ് സ്പെസിഫൈഡ് ആസ് മിനിസ്റ്ററിങ് കംഫോർട്ട്, എൻജോയ്മെൻറ്റ്സ് ഓർ പ്ലഷർ ടു എ പേഴ്സൺസ് ലൈഫ്. ലക്ഷറി ടാക്സ് ആക്റ്റിൽ ലക്ഷറി എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എൻജോയ്മെൻറ്റും പ്ലഷറും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കംഫോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കമ്മോഡിറ്റിയെ അല്ലെങ്കിൽ സർവീസിനെയാണ് ലക്ഷറി എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ലക്ഷറി ടാക്സ് വാസ് ഇമ്പോസ്ഡ് പ്രൈമർലി ഓൺ ദ സർവീസസ് ഓഫേർഡ് അറ്റ് ഹോട്ടൽസ്, സ്പാസ് ആൻഡ് റിസോർട്ട്. സാധാരണയായിട്ട് ഹോട്ടൽ, സ്പാ, റിസോർട്ട് വീടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളുടെ മേലാണ് ലക്ഷറി ടാക്സ് ചാർജ് ചെയ്തിരുന്നത്. ഇറ്റ് വിൽ നോട്ട് ബി ലെവീഡ് ഓൺ ഫുഡ്സ് ആൻഡ് ബിവറേജസ് സെർവ്ഡ് അറ്റ് ഹോട്ടൽസ് ആൻഡ് അതർ ലൊക്കേഷൻസ്. ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ മേൽ ലക്ഷറി ടാക്സ് ആപ്ലിക്കബിൾ അല്ലായിരുന്നു. മറ്റ് ലക്ഷറി സർവീസുകളുടെ മേലാണ് ഇവിടെ ലക്ഷറി ടാക്സ് ആപ്ലിക്കബിൾ ആയിരുന്നത്.
GST or Goods and Service Tax. GST is an indirect tax or consumption tax used in India on supply of goods and services. It is a comprehensive, multi-stage and destination-based tax. GST എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, അഥവാ കൺസംഷൻ ടാക്സ് ആണ്. ഇത് ഇമ്പോസ് ചെയ്യുന്നത് അഥവാ ചാർജ് ചെയ്യുന്നത് ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും സപ്ലൈ നടക്കുമ്പോഴാണ്. ഗുഡ്സിൻ്റെ മേലും സർവീസിൻ്റെ മേലുമാണ് GST ആപ്ലിക്കബിൾ ആവുന്നത്. ഇതൊരു കോംപ്രഹെൻസീവ് ടാക്സ് ആണ്, മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അക്കോർഡിംഗ് ടു ക്ലോസ് 12A of Article 366 of the Constitution of India, GST means a tax on supply of goods or services or both, except taxes on supply of alcoholic liquor for human consumption. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 366 ക്ലോസ് 12A GST ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. GST എന്ന് പറയുന്നത് ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ അല്ലെങ്കിൽ അവയുടെ രണ്ടിൻ്റെയും മേലോ അവയുടെ സപ്ലൈയുടെ മേൽ ഈടാക്കുന്ന ടാക്സ് ആണ്. ആപ്ലിക്കബിൾ അല്ലാത്തത് എവിടെയാണെന്ന് പറയുന്നുണ്ട്. സപ്ലൈ ഓഫ് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ ഒഴികെയുള്ള എല്ലാ സപ്ലൈയുടെ മേലും ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ ഇവയുടെ രണ്ടിൻ്റെയോ സപ്ലൈയുടെ മേൽ ഈടാക്കുന്ന ടാക്സിനെയാണ് GST എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ കണ്ട ടേമുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. GST is a value-added tax levied on sale of goods or services or both. GST എന്ന് പറയുന്നത് വാല്യൂ-ആഡഡ് ടാക്സ് ആണ്, അഥവാ വാറ്റിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. ഇവിടെ ആപ്ലിക്കബിൾ ആവുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മേൽ ആണ്. നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂ-ആഡഡ് ടാക്സ് അഥവാ വാറ്റ് ആപ്ലിക്കബിൾ ആയിരുന്നത് ഗുഡ്സിൻ്റെ മേൽ മാത്രമായിരുന്നു. ഇവിടെ GST ആപ്ലിക്കബിൾ ആവുന്നത് ഗുഡ്സിൻ്റെ മേലും സർവീസിൻ്റെ മേലും ആണ്. രണ്ടിൻ്റെ മേലും GST ആപ്ലിക്കബിൾ ആണ്. ഗുഡ്സിൻ്റെ മേലോ സർവീസിൻ്റെ മേലോ ഉണ്ടാകുന്ന വാല്യൂ അഡീഷൻ്റെ മേലാണ് GST ചാർജ് ചെയ്യുന്നത്, അഥവാ വാല്യൂ അഡീഷൻ്റെ മേലാണ് GST കാൽക്കുലേറ്റ് ചെയ്യുന്നത്. GST is a comprehensive tax having continuous chain of tax credit. GST ഒരു കോംപ്രഹെൻസീവ് ടാക്സ് ആണെന്ന് പറയുന്നുണ്ട്. കോംപ്രഹെൻസീവ് മീൻസ് GST subsumed almost all indirect taxes except a few state taxes. GST കോംപ്രഹെൻസീവ് ആണെന്ന് പറയാനുള്ള കാരണം ഓൾമോസ്റ്റ് എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളും മെർജ് ചെയ്താണ് GST ഫോം ചെയ്തിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളെയും മെർജ് ചെയ്തുകൊണ്ടാണ് GST ഫോം ചെയ്തിരിക്കുന്നത്. വളരെ ചുരുക്കം ചില സ്റ്റേറ്റ് ടാക്സുകൾ മാത്രമാണ് GSTയിൽ മെർജ് ചെയ്യപ്പെടാത്തതായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ മറ്റ് ടാക്സുകളെ എല്ലാം കൂടെ കൊണ്ടുവന്ന് മെർജ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് GST നമ്മളൊരു കോംപ്രഹെൻസീവ് ടാക്സ് ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ്, tax credit means input tax credit, that is reducing the taxes paid on inputs or purchases from taxes paid on output or sale. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ GSTയുടെ ഒരു ഫീച്ചറായിട്ട് പറയുന്നുണ്ട് കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ടാക്സ് ക്രെഡിറ്റ്. അതായത് ടാക്സ് ക്രെഡിറ്റിൻ്റെ ചെയിന് ഇവിടെ ബ്രേക്ക് ചെയ്യപ്പെടാതെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ടാക്സ് ക്രെഡിറ്റ് എന്ന് നോക്കാം. ഔട്ട്പുട്ടിൻ്റെ മേൽ കൊടുത്ത ടാക്സിൽ നിന്ന് ഇൻപുട്ടിൻ്റെ മേൽ കൊടുത്ത ടാക്സ് കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ ടാക്സ് ക്രെഡിറ്റ് അഥവാ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സെയിലാണ്, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ പർച്ചേസാണ്.
സെയിൽ നടത്തുമ്പോൾ കളക്ട് ചെയ്യുന്ന ടാക്സിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്ത ടാക്സ് കുറച്ച് ബാലൻസ് എത്രയാണോ വരുന്നത് ആ ബാലൻസ് എമൗണ്ടിനെ മാത്രം, ആ ബാലൻസ് ടാക്സ് എമൗണ്ടിനെ മാത്രം പേയ്മെൻറ്റ് നടത്തുന്നതിനെയാണ് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ടാക്സ് ക്രെഡിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് സെയിൽ നടത്തുമ്പോൾ കളക്ട് ചെയ്യുന്ന ടാക്സിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്ത ടാക്സ് കുറയ്ക്കുന്ന ആ പ്രോസസ്സിനെയാണ്. നെക്സ്റ്റ്, GST ഈസ് എ മൾട്ടി സ്റ്റേജ് ടാക്സ്. ഹിയർ മൾട്ടി സ്റ്റേജ് മീൻസ് GST is imposed at every step in the production and distribution process. GST പ്രൊഡക്ഷൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ്റെയും എല്ലാ സ്റ്റെപ്പിലും ആപ്ലിക്കബിൾ ആണ്. ഒരു റോ മെറ്റീരിയൽ ഫൈനൽ പ്രൊഡക്റ്റ് ആവുന്നതിന് ഇടയിൽ പല സ്റ്റേജുകൾ കടന്നു പോകുന്നുണ്ട്, പല ട്രാൻസാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. റോ മെറ്റീരിയൽ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കണം, ഫൈനൽ പ്രൊഡക്റ്റ് ഹോൾസെയിലെടുത്തണം, റീറ്റെയിലെടുത്തണം. ഇവരെല്ലാം ഓരോ സ്റ്റേജിലും ഓരോ നിശ്ചിത പെർസെൻറ്റേജ് എമൗണ്ട് അഥവാ പ്രോഫിറ്റൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോ ആൾക്കാരുടെയും കയ്യിലെത്തി കഴിയുമ്പോൾ അവരൊക്കെ അവിടെ വാല്യൂ അഡീഷൻസ് നടത്തുന്നുണ്ട്. ഇങ്ങനെ എല്ലാ സ്റ്റേജിലും ടാക്സ് ഈടാക്കുന്നതിനെയാണ് മൾട്ടി സ്റ്റേജ് ടാക്സ് എന്ന് പറയുന്നത്. മൾട്ടി സ്റ്റേജ് ടാക്സ് എന്ന് പറയാനുള്ള കാരണം പ്രൊഡക്ഷൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ്റെയും എല്ലാ സ്റ്റേജിലും ടാക്സ് ഈടാക്കുന്നത് കൊണ്ടാണ്. നെക്സ്റ്റ്, GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ്. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് മീൻസ് GST is collected from the point of consumption and not point of origin. GST ഇപ്പോഴും കളക്ട് ചെയ്യപ്പെടുന്നത് പോയിൻ്റ് ഓഫ് കൺസംഷനിലാണ്. ആരാണോ ഫൈനൽ കൺസ്യൂമർ അഥവാ ആരാണോ മേടിക്കുന്നത്, സെയിൽ നടക്കുമ്പോഴാണ് ഇവിടെ GST ആപ്ലിക്കബിൾ ആവുന്നത്. അതുകൊണ്ടാണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടാക്സ് ബർഡൻ ഓഫ് GST borne by final consumers. GST is an indirect tax. Tax is collected by an intermediary and paid by consumers. GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് ആ ടാക്സിൻ്റെ ബർഡൻ അനുഭവിക്കുന്നത് ഫൈനൽ കൺസ്യൂമേഴ്സാണ്. എന്നാൽ ഗവൺമെൻറ്റിലേക്ക് ഈ ടാക്സ് എമൗണ്ട് കൊണ്ടുപോയി പേയ്മെൻറ്റ് നടത്തുന്നത് ഈ ഫൈനൽ കൺസ്യൂമേഴ്സ് അല്ല. ഫൈനൽ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്ത് പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി ഒരു ഇൻ്റർമീഡിയറി ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ഇൻ്റർമീഡിയറി വഴി പേയ്മെൻറ്റ് നടത്തുന്ന ടാക്സുകളെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഗുഡ്സിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഡീലേഴ്സാണ് ഇൻ്റർമീഡിയറി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഫൈനൽ പ്രൊഡക്റ്റ് മേടിക്കുന്ന കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങി ഡീലേഴ്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നു. GST brings uniform tax structure all over India. GST നടപ്പാകുന്നതിന് മുമ്പ് ഇന്ത്യയിൽ സ്റ്റേറ്റ് ടാക്സുകൾക്ക് വേണ്ടി ഓരോ സ്റ്റേറ്റുകളും അവരുടേതായ ടാക്സ് ലോസ് ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ സ്റ്റേറ്റിലും ഓരോ ടാക്സ് റേറ്റ് ആയിരുന്നു ഒരേ പ്രൊഡക്റ്റിന് തന്നെ ആപ്ലിക്കബിൾ ആയിരുന്നത്. ടാക്സിൻ്റെ പ്രൊസീഡിങ്സ് ഡിഫറെൻ്റ് ആയിരുന്നു. ബൈ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് GST, വേരിയസ് ടാക്സസ് ലെവീഡ് ബൈ ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് വെയർ അബോളിഷ്ഡ്. GST ഒരു യൂണിഫോം ടാക്സ് സ്ട്രക്ചർ ഇന്ത്യയിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. GST വന്നതോടുകൂടി സെൻട്രൽ ഗവൺമെൻറ് ഈടാക്കിയിരുന്നതും സ്റ്റേറ്റ് ഗവൺമെൻറ് ഈടാക്കിയിരുന്നതുമായ ടാക്സുകൾ അബോളിഷ് ചെയ്യപ്പെട്ടു അഥവാ ഇല്ലാതായി. GST എലിമിനേറ്റ് കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓഫ് ടാക്സ്. ടാക്സിൻ്റെ കാസ്കേഡിംഗ് ഇഫക്റ്റ് ഇല്ലാതാകുന്നതിന് GST ടാക്സ് കാസ്കേഡിംഗ് ഓർ
കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓഫ് ടാക്സ്. Cascading effect of tax simply means tax on tax. Under multiple tax system, the tax paid on raw materials and finished products may be taxed again. It is common if there are different taxes collected at different stages by different authorities. When a product is taxed in one stage of production or distribution, and in the next stage it is again taxed on the value which includes tax paid in the previous stage. മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റത്തിൽ അഥവാ പല ടാക്സുകൾ പല ഗവൺമെൻറ്റുകൾ ഈടാക്കുന്ന കേസിനെയാണ് മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. പല ടാക്സുകൾ നിലവിലുള്ള അവസ്ഥ. റോ മെറ്റീരിയൽസിന് വേണ്ടിയും ഫിനിഷ്ഡ് പ്രൊഡക്ട്സിന് വേണ്ടിയൊക്കെ ടാക്സ് ഈടാക്കുന്നുണ്ട്. അങ്ങനെ ഇതേ ഒരേ പ്രൊഡക്റ്റിൻ്റെ മേൽ വീണ്ടും വീണ്ടും ടാക്സ് ഈടാക്കപ്പെടാനുള്ള സാധ്യതയാണ് എന്ത് ടാക്സ് ഓൺ ടാക്സ് അഥവാ കാസ്കേഡിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. റോ മെറ്റീരിയൽ മേടിച്ചപ്പോൾ നമ്മൾ ടാക്സ് കൊടുത്തു. അത് ഫൈനൽ പ്രൊഡക്റ്റ് ആകുമ്പോൾ ഈ റോ മെറ്റീരിയൽ മേടിച്ചപ്പോൾ കൊടുത്ത ടാക്സ് ഉൾപ്പെടെയുള്ള വാല്യൂവിന് നമ്മൾ വീണ്ടും ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഇത് കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ്റെയും ഡിഫറെൻ്റ് സ്റ്റേജുകളിൽ ഡിഫറെൻ്റ് അതോറിറ്റീസ് ടാക്സ് കളക്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടാകുന്നു. ഒരു പ്രൊഡക്റ്റ് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് സെയിൽ നടക്കുന്നതിന് മുമ്പ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. റോ മെറ്റീരിയൽ, പ്രൊഡക്ഷന്, അത് കഴിഞ്ഞ് 2-3 തവണ ഹോൾസെയിലർ, റീറ്റെയിലറൊക്കെ ആയിട്ട് കയ്യിലേക്കൊക്കെ പ്രൊഡക്റ്റ് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ്റെ പല സ്റ്റേജുകൾ കടന്നു. ഇങ്ങനെ പല സ്റ്റേജുകളിൽ ടാക്സ് ഈടാക്കുമ്പോൾ ആദ്യം പ്രീവിയസ് സ്റ്റേജിൽ കൊടുത്ത ടാക്സിൻ്റെ വാല്യൂവും കൂടെ ആഡ് ചെയ്ത് വരുന്നു. നെക്സ്റ്റ് സ്റ്റേജിൽ പ്രീവിയസ് സ്റ്റേജിൽ കൊടുത്ത ടാക്സിൻ്റെ മേൽ വീണ്ടും ടാക്സ് ഈടാക്കപ്പെടുന്നു. എക്സാമ്പിൾ, if sale tax is imposed on a price including excise duty, there is sale tax on excise duty component of the product and the customer has to pay tax on tax. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് മാനുഫാക്ചർ ചെയ്തപ്പോൾ എക്സൈസ് ഡ്യൂട്ടി കൊടുത്തു. പിന്നീട് ഇത് സെയിൽ നടത്തുന്ന സമയത്ത് സെയിൽ ടാക്സ് അഥവാ വാറ്റ് പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുണ്ട്. വാറ്റ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ മാനുഫാക്ചറിങ് സ്റ്റേജിൽ കൊടുത്ത എക്സൈസ് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള വാല്യൂവിൻ്റെ മേലാണ് വീണ്ടും സെയിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആദ്യം കൊടുത്ത എക്സൈസ് ഡ്യൂട്ടി എത്രയാണോ എമൗണ്ട് അതിൻ്റെ മേൽ വീണ്ടും സെയിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ കസ്റ്റമർ ടാക്സ് ഓൺ ടാക്സ് ആണ് പേയ്മെൻറ്റ് നടത്തേണ്ടി വന്നിട്ടുള്ളത്. അതായത് എക്സൈസ് ഡ്യൂട്ടി കൊടുത്ത ആ എമൗണ്ടിൻ്റെ മേൽ വീണ്ടും സെയിൽ ടാക്സ് ഇവിടെ കസ്റ്റമർ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിനെയാണ് ടാക്സ് ഓൺ ടാക്സ് എന്ന് പറയുന്നത്. ടാക്സസ് മെർജ്ഡ് ഇൻറ്റു GST. GST വന്നപ്പോൾ ഏതൊക്കെ ടാക്സുകളാണ് GSTയിലേക്ക് മെർജ് ചെയ്യപ്പെട്ടത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടാക്സസ് ലെവീഡ് ആൻഡ് കളക്റ്റഡ് ബൈ ദ സെൻഡർ. ഇവിടെയും ടാക്സുകളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. സെൻട്രൽ ഗവൺമെൻറ് ചാർജ് ചെയ്തിരുന്ന ടാക്സുകൾ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചാർജ് ചെയ്തിരുന്ന ടാക്സുകൾ. സെൻട്രൽ ഗവൺമെൻറ് ചാർജ് ചെയ്തിരുന്ന ടാക്സുകൾ ഏതൊക്കെയാണ് GSTയിലേക്ക് മെർജ് ചെയ്തതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് സെയിലിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ
കൊടുക്കേണ്ട ടാക്സ് ആണ് എക്സൈസ് ഡ്യൂട്ടി. സെക്കൻഡ് വൺ, ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ്, മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻസ് applicable for goods like alcohol, opium, Indian hemp or other narcotic drugs. ആൽക്കഹോളും ഓപ്പിയവും ഒക്കെ പോലത്തെ ചില സ്പെഷ്യൽ പ്രൊഡക്റ്റിന് വേണ്ടി ഉള്ള എക്സൈസ് ഡ്യൂട്ടി ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ടാക്സ് ആയിരുന്നു. നെക്സ്റ്റ്, ടാക്സസ് മെർജ്ഡ് ഇൻ ടു GST. ഏതൊക്കെ ടാക്സുകളാണ് GSTയിലേക്ക് മെർജ് ചെയ്യപ്പെട്ടതെന്ന് നോക്കാം. 2 തരത്തിലുള്ള ടാക്സുകളാണ് ഉള്ളത്. ടാക്സസ് ലെവീഡ് ആൻഡ് കളക്റ്റഡ് ബൈ സെൻറ്റർ ആൻഡ് ടാക്സസ് ലെവീഡ് ആൻഡ് കളക്റ്റഡ് ബൈ സ്റ്റേറ്റ്സ്. ഫസ്റ്റ് വൺ, ടാക്സസ് ലെവീഡ് ആൻഡ് കളക്റ്റഡ് ബൈ സെൻറ്റർ. സെൻട്രൽ ഗവൺമെൻറ് ഈടാക്കിയ ടാക്സുകൾ ഏതൊക്കെയാണ് GSTയിലേക്ക് മെർജ് ചെയ്യപ്പെട്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യയിലെ ഡൊമസ്റ്റിക് സെയിൽസിന് വേണ്ടി മാനുഫാക്ചർ ചെയ്യുന്ന ഗുഡ്സിൻ്റെ മേൽ ഈടാക്കിയിരുന്ന ടാക്സാണ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി. ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ്, ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരം ചില പ്രൊഡക്റ്റുകളുടെ മേൽ എക്സൈസ് ഡ്യൂട്ടി ഈടാക്കുന്നതിന് വേണ്ടിയാണ് ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് മെഡിസിൻ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻസ് ആക്ട് നിലവിൽ വന്നത്. ആപ്ലിക്കബിൾ ഫോർ ഗുഡ്സ് ലൈക്ക് ആൽക്കഹോൾ, ഓപ്പിയം, ഇന്ത്യൻ ഹെംപ് ഓർ അതർ നാർക്കോട്ടിക് ഡ്രഗ്സ്. ഇവിടെ ആപ്ലിക്കബിൾ ആകുന്ന ചില ചുരുക്കം പ്രൊഡക്റ്റുകളാണ് ആൽക്കഹോൾ, ഓപ്പിയം, ഇന്ത്യൻ ഹെംപ്, നാർക്കോട്ടിക് ഡ്രഗ്സ്, ഇങ്ങനെയുള്ള ചില ഐറ്റംസ്. അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ്, ഗുഡ്സ് ഓഫ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ്. ടു ഇമ്പോസ് അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് ഇൻ റീപ്ലേസ്മെൻറ്റ് ഓഫ് സെയിൽസ് ടാക്സസ് ലെവീഡ് ബൈ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ഓൺ ഷുഗർ, ടുബാക്കോ ആൻഡ് മിൽമെയ്ഡ് ടെക്സ്റ്റൈൽസ്. യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചില പ്രൊഡക്റ്റിൻ്റെ മേൽ ഈടാക്കിയിരുന്ന സെയിൽ ടാക്സുകൾ ഒഴിവാക്കി. എക്സാമ്പിൾസ് ഷുഗർ, ടുബാക്കോ, മിൽമെയ്ഡ് ടെക്സ്റ്റൈൽസ്. ഇവയുടെ മേലുള്ള സെയിൽ ടാക്സുകൾ ഒഴിവാക്കിയ സമയത്ത് അതിനെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി അഡീഷണലായിട്ട് എക്സൈസ് ഡ്യൂട്ടി ചുമത്തി. അങ്ങനെ ഈ പ്രൊഡക്റ്റിൻ്റെ മേൽ അഡീഷണലായിട്ട് എക്സൈസ് ഡ്യൂട്ടി ചുമത്തുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ആക്ട് പാസ്സാക്കി, അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് ഗുഡ്സ് ഓഫ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ആക്ട്. അപ്പം അത് അങ്ങനെയുള്ള ചില പ്രൊഡക്റ്റിൻ്റെ മേൽ ഈടാക്കിയിരുന്ന എക്സൈസ് ഡ്യൂട്ടി ഈടാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ആക്റ്റാണ്. അതും GSTയുടെ ഭാഗമായിട്ട് GSTയിലേക്ക് മെർജ് ചെയ്യപ്പെട്ടു. നെക്സ്റ്റ്, അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് ടെക്സ്റ്റൈൽസ് ആൻഡ് ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സ്. ടെക്സ്റ്റൈൽസിന് മേലും ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റിൻ്റെ മേലും അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടീസ് ഈടാക്കുന്നതിന് വേണ്ടിയുള്ള ആക്റ്റായിരുന്നു. ടു ലെവി അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് ഓൺ സർട്ടൺ ടെക്സ്റ്റൈൽസ് ആൻഡ് ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സ്. അതും GSTയിലേക്ക് മെർജ് ചെയ്യപ്പെട്ടു. അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് കസ്റ്റംസ്, കൗണ്ടർവെയിലിംഗ് ഡ്യൂട്ടി ഓർ CVD. ടാക്സ് ലെവീഡ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് ഈക്വൽ ടു സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ലെവീഡ് ഓൺ ദ സെയിം ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് കസ്റ്റംസിനെ നമ്മൾ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി അല്ലെങ്കിൽ CVD എന്നൊക്കെ പറയാറുണ്ട്. ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുഡ്സിൻ്റെ മേൽ ഈടാക്കുന്ന ടാക്സാണിത്. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ മേൽ എക്സൈസ് ഡ്യൂട്ടി ഈടാക്കുന്നുണ്ട്. അതിന് ഈക്വലായിട്ടുള്ള ടാക്സ് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ മേലും ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഓർ CVD അപ്ലൈ ചെയ്തിരുന്നത്. അതും GSTയിലേക്ക് മെർജ് ചെയ്യപ്പെട്ടു. നെക്സ്റ്റ്, സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഓഫ് കസ്റ്റംസ്. ഇറ്റ് വാസ് ചാർജ്ഡ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് ഓൺ ദ ടോട്ടൽ വാല്യൂ ഓഫ് ഇമ്പോർട്ട്സ് ഇൻക്ലൂഡിംഗ് CIF പ്ലസ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി പ്ലസ് CVD. ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുഡ്സിൻ്റെ ടോട്ടൽ വാല്യൂവിൻ്റെ മേൽ ഈടാക്കുന്ന ടാക്സ് ആയിരുന്നു സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി. മറ്റ് ടാക്സുകളൊക്കെ ഇതിനു മുമ്പ് കൊടുത്ത ടാക്സുകളെല്ലാം കൂടി ആഡ് ചെയ്ത് വരുന്ന ടോട്ടൽ വാല്യൂവിൻ്റെ മേലാണ്
സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ചാർജ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് സർവീസ് ടാക്സ്. ടാക്സബിൾ സർവീസുകൾ ഇന്ത്യയിൽ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീരിൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് മേൽ ഈടാക്കുന്ന ടാക്സ് ആയിരുന്നു. നെക്സ്റ്റ് സെസ്സസ് ആൻഡ് സർചാർജസ് റിലേറ്റഡ് ടു സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. സെൻട്രൽ ഗവൺമെൻറ് സപ്ലൈ ഓഫ് ഗുഡ്സായിട്ടോ സപ്ലൈ ഓഫ് സർവീസുമായിട്ടോ ബന്ധപ്പെട്ട് ഈടാക്കിയിരുന്ന സെസ്സുകൾ സർചാർജുകളെല്ലാം GSTയുടെ പരിധിയിലേക്ക് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ടാക്സസ് ലെവീഡ് ആൻഡ് കളക്റ്റഡ് ബൈ സ്റ്റേറ്റ്സ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഈടാക്കിയിരുന്നതും കളക്ട് ചെയ്തിരുന്നതുമായ ടാക്സുകൾ ഏതൊക്കെയാണ് GSTയുടെ പരിധിയിലേക്ക് വന്നതെന്ന് നോക്കാം, അഥവാ GSTയിലേക്ക് മെർജ് ചെയ്യപ്പെട്ടതെന്ന് നോക്കാം. സ്റ്റേറ്റ് വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്. സെൻട്രൽ സെയിൽ ടാക്സ് CST, ഇൻ്റർസ്റ്റേറ്റ് സെയിൽസിൻ്റെ മേൽ ചാർജ് ചെയ്തിരുന്ന ടാക്സാണ്. റവന്യൂ സെൻട്രൽ ഗവൺമെൻറ് ആണ് കിട്ടുന്നത്, എന്നാൽ ടാക്സ് കളക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരുന്നു. പർച്ചേസ് ടാക്സ്. അണ്ടർ വാറ്റ്, ടാക്സ് പേയബിൾ ബൈ എ രജിസ്റ്റേർഡ് ഡീലർ ഓൺ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം അൺരജിസ്റ്റേർഡ് ഡീലേഴ്സ്. വാറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പർച്ചേസ് ടാക്സ്. രജിസ്റ്റേർഡ് ഡീലർ അൺരജിസ്റ്റേർഡ് ഡീലേഴ്സിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ടാക്സാണ് പർച്ചേസ് ടാക്സ്. നെക്സ്റ്റ് ലക്ഷറി ടാക്സ്. ലക്ഷറിയസ് സർവീസിൻ്റെ മേൽ ചാർജ് ചെയ്തിരുന്ന ടാക്സാണ്. എൻട്രി ടാക്സ്. സ്റ്റേറ്റ് ബോർഡർ കടക്കുമ്പോൾ ഗുഡ്സ് മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുമ്പോൾ സ്റ്റേറ്റ് ബോർഡർ കടക്കുമ്പോൾ പേയ്മെൻറ്റ് നടത്തേണ്ട ടാക്സാണ്. എൻ്റർടൈൻമെൻറ്റ് ടാക്സ്. എൻ്റർടൈൻമെൻറ്റിൻ്റെ മേൽ പബ്ലിക് ഷോസ്, അതുപോലെ തന്നെ മൂവി ടിക്കറ്റ്, കൊമേഴ്ഷ്യൽ ഷോസ് ഇവയുടെയൊക്കെ മേൽ ചാർജ് ചെയ്തിരുന്ന ടാക്സാണ്. ടാക്സസ് ഓൺ അഡ്വർടൈസ്മെൻറ്റിൻ്റെ മേൽ ഉള്ള ടാക്സ്. ടാക്സ് ഓൺ ലോട്ടറീസ്, ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്. ബെറ്റിംഗ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഗാംബ്ലിംഗ് ആക്ടിവിറ്റീസ്, ലോട്ടറി ഇവയുടെയൊക്കെ മേലുള്ള സ്റ്റേറ്റ് ടാക്സ്. സ്റ്റേറ്റ് സെസസ് ആൻഡ് സർചാർജസ് റിലേറ്റഡ് വിത്ത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. സപ്ലൈ ഓഫ് ഗുഡ്സോ അല്ലെങ്കിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഈടാക്കിയിരുന്ന സെസ്സുകൾ, സർചാർജുകൾ ഇവയൊക്കെ. ഡിഫറൻസ് ബിറ്റ്വീൻ GST ആൻഡ് പ്രീവിയസ് ടാക്സ് സിസ്റ്റം. GST. only one law for levying GST. GST ഈടാക്കുന്നതിന് വേണ്ടി ഒരു ഒറ്റ ലോ മാത്രം, അഥവാ ഒറ്റ ടാക്സ് എന്ന പേരിലാണ് ടാക്സ് ഈടാക്കുന്നത്. പ്രീവിയസ് ടാക്സ് സിസ്റ്റത്തിൽ there were separate taxes and separate laws for levying tax. Example, Central Excise Act 1944, separate VAT laws for each state. പ്രീവിയസ് ടാക്സ് സിസ്റ്റത്തിൽ ടാക്സുകൾ ഈടാക്കുന്നത് ഡിഫറെൻ്റ് പേരിലാണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടാക്സ് ലോസ് ഉണ്ടായിരുന്നു. സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, സർവീസ് ടാക്സ് ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് വാറ്റ് ലോസ് ഉണ്ടായിരുന്നു. ടാക്സ് റേറ്റ്. അണ്ടർ GST യൂണിഫോം ടാക്സ് റേറ്റ് അക്രോസ് ഓൾ സ്റ്റേറ്റ്. GST നിലവിൽ വന്നതോടുകൂടി ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സർവീസിന് ഇന്ത്യയിൽ മൊത്തം ഒറ്റ ടാക്സ് റേറ്റ്. അണ്ടർ പ്രീവിയസ് ടാക്സ് സിസ്റ്റം there were different taxes and different tax rate. പഴയ ടാക്സ് സിസ്റ്റത്തിൽ പല തരത്തിലുള്ള ടാക്സുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ പല സ്ഥലത്തും പല ടാക്സ് റേറ്റ് ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. കാസ്കേഡിംഗ് ഇഫക്റ്റ്. അണ്ടർ GST എലിമിനേറ്റ് കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓഫ് ടാക്സസ്. ടാക്സ് ഓൺ ടാക്സ് GST വന്നപ്പോഴത്തേക്കും എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. Under previous tax system, in the problem of cascading effect of taxes were arise because tax paid to one government cannot be set off with the tax paid to another government. Previous tax systemത്തിൽ കാസ്കേഡിംഗ് ഇഫക്റ്റ് കൂടുതലായിരുന്നു. അവിടെ ഒരു ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ടാക്സ്
മറ്റൊരു ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ടാക്സിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കാസ്കേഡിംഗ് ഇഫക്റ്റ് കൂടുതലായിരുന്നു. എക്സാമ്പിൾ പറഞ്ഞാൽ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി പേയ്മെൻറ്റ് നടത്തുന്നത് ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. വാറ്റ് പേയ്മെൻറ്റ് നടക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുത്ത സെൻട്രൽ ഗവൺമെൻറ് പേയ്മെൻറ്റ് നടത്തിയ എക്സൈസ് ഡ്യൂട്ടി സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന വാറ്റിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ടാക്സ് ബർഡൻ. അണ്ടർ GST all taxes were integrated and tax burden of consumers were reduced. ഇവിടെ GSTയിൽ എല്ലാ ടാക്സുകളും ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ കാസ്കേഡിംഗ് ഇഫക്റ്റ് കുറഞ്ഞു, കൺസ്യൂമേഴ്സിൻ്റെ ടാക്സ് ബർഡൻ കുറഞ്ഞു. അണ്ടർ പ്രീവിയസ് ടാക്സ് സിസ്റ്റം ടാക്സ് ബർഡൻ ഓൺ കൺസ്യൂമേഴ്സ് വിൽ ബി ഹൈ. പ്രീവിയസ് ടാക്സ് സിസ്റ്റത്തിൽ പല പേരിൽ പല ടാക്സുകളുണ്ടായിരുന്നു. കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓഫ് ടാക്സസ് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിൻ്റെ ടാക്സ് ബർഡൻ കൂടുതലായിരുന്നു. കോസ്റ്റ് ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. അണ്ടർ GST റിമൂവ്സ് cascading effect of taxes because price of goods and services will be reduced. ഫൈനൽ കൺസ്യൂമേഴ്സ് സംബന്ധിച്ചിടത്തോളം പ്രൊഡക്റ്റിൻ്റെ GSTയിൽ പ്രൊഡക്റ്റിൻ്റെ വില കുറയുന്നതിന് കാരണം കാസ്കേഡിംഗ് ഇഫക്റ്റ് ഒഴിവാക്കപ്പെട്ടതോടുകൂടി ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയൊക്കെ വില കുറഞ്ഞു. അണ്ടർ പ്രീവിയസ് ടാക്സ് സിസ്റ്റം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കാസ്കേഡിംഗ് ഇഫക്റ്റ് certain taxes become part of cost. പ്രീവിയസ് ടാക്സ് സിസ്റ്റത്തിൽ കാസ്കേഡിംഗ് ഇഫക്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ ടാക്സിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ലാത്ത ടാക്സുകളൊക്കെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ കോസ്റ്റ് കൂടുതലായിരുന്നു. Concurrent power or simultaneous power. Under GST, both central and state government have the power to make GST laws. GSTയിൽ കൺകറൻറ്റ് പവർ അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് പവർ ഉണ്ടെന്ന് പറയാൻ പറ്റും. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും GSTയുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരമുണ്ട്. അണ്ടർ പ്രീവിയസ് ടാക്സ് സിസ്റ്റം നോ കൺകറൻറ്റ് പവർ. Central government has the power on some matters and state government have power on some other matters. പ്രീവിയസ് ടാക്സ് സിസ്റ്റത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ചില കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുണ്ടായിരുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മറ്റ് ചില കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ടാക്സ് ഓൺ മാനുഫാക്ചർ ഓഫ് ഗുഡ്സ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്നതായിരുന്നു. സെയിൽ ടാക്സ് സ്റ്റേറ്റ് ഗവൺമെൻറ് പരിധിയിൽ വരുന്ന കാര്യങ്ങളായിരുന്നു. കംപ്ലൈൻസ്. അണ്ടർ GST ടാക്സ് കംപ്ലൈൻസ് ഈസ് ഈസിയർ. ഓൺലി വൺ ടാക്സ് നീഡ് ടു ബി ഫോളോഡ് ഇൻസ്റ്റെഡ് ഓഫ് വൈഡ് വെറൈറ്റി ഓഫ് ടാക്സസ്. GSTയിൽ ടാക്സ് കംപ്ലൈൻസ് അഥവാ ഫോളോ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇവിടെ ഒരു ടാക്സ് മാത്രം ഫോളോ ചെയ്താൽ മതി. പഴയ സിസ്റ്റത്തിലാണെങ്കിൽ വൈഡ് വെറൈറ്റി ഓഫ് ടാക്സസ് ഉണ്ടായിരുന്നു. അവയെല്ലാം നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അണ്ടർ പ്രീവിയസ് ടാക്സ് സിസ്റ്റം ടാക്സ് കംപ്ലൈൻസ് വാസ് കോംപ്ലക്സ് ബിക്കോസ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സസ് ടു ബി ഫോളോഡ്. പ്രീവിയസ് ടാക്സ് സിസ്റ്റത്തിൽ അതിൻ്റെ കംപ്ലൈൻസ് അഥവാ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം വൈഡ് വെറൈറ്റി ഓഫ് ടാക്സസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. നെക്സ്റ്റ് ടാക്സബിൾ ഇവൻറ്റ്. അണ്ടർ GST സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. GSTയിൽ എപ്പോഴാണോ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യുന്നത് അപ്പോഴാണ് ടാക്സബിൾ ഇവൻറ്റ് അഥവാ ടാക്സ് പേയ്മെൻറ്റ് നടത്താനുള്ള ലൈബിലിറ്റി ഉണ്ടാകുന്നത്. അണ്ടർ പ്രീവിയസ് ടാക്സ് സിസ്റ്റം വാറ്റ് ഓൺ സെയിൽ ഓഫ് ടാക്സബിൾ ഗുഡ്സ്. പ്രീവിയസ് ടാക്സ് സിസ്റ്റത്തിൽ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സസ് ആണ്. പല ടാക്സിനും ടാക്സബിൾ ഇവൻറ്റ് വ്യത്യാസമുണ്ടായിരുന്നു. വാറ്റിൽ ടാക്സബിൾ ഗുഡ്സ് സെയിൽ നടത്തുമ്പോഴാണ് ടാക്സ് അടയ്ക്കാനുള്ള ലൈബിലിറ്റി ഉണ്ടാകുന്നത്. സർവീസ് ടാക്സ് വെൻ പ്രൊവൈഡിങ് ടാക്സബിൾ സർവീസസ്. സർവീസ് ടാക്സിൻ്റെ കേസിൽ
എപ്പോഴാണ് ടാക്സബിൾ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആ സമയത്താണ് ടാക്സ് അടയ്ക്കാനുള്ള ലയബിലിറ്റി ഉണ്ടാകുന്നത്. എക്സൈസ് ഡ്യൂട്ടി ഓൺ മാനുഫാക്ചർ ഓഫ് എക്സൈസബിൾ ഗുഡ്സ്. എക്സൈസ് ഡ്യൂട്ടിയുടെ കേസിൽ എപ്പോഴാണോ എക്സൈസബിൾ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നത് അന്നേരമാണ് ടാക്സ് അടയ്ക്കാനുള്ള ലയബിലിറ്റി ഉണ്ടാകുന്നത്. ടാക്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സെൻറ്റർ അണ്ടർ GST. GST is collected under CGST and SGST for every intra-state sales. CGST goes to center and SGST goes to state. ഇവിടെ GST കളക്ട് ചെയ്യപ്പെടുന്നത് ഇൻട്രാ-സ്റ്റേറ്റ് സെയിൽസിൻ്റെ കേസിൽ, അതായത് സെല്ലറും ബയറും ഒരേ സ്റ്റേറ്റിൽ തന്നെയുള്ള ആളാണെങ്കിൽ രണ്ട് പേരിലാണ് ടാക്സ് കളക്ട് ചെയ്യപ്പെടുന്നത്, CGSTയും SGSTയും. CGST സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, SGST സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. CGST ഗോസ് ടു സെൻറ്റർ. CGSTയുടെ റവന്യൂ അഥവാ CGST ടാക്സ് എമൗണ്ട് കിട്ടുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനും SGST ടാക്സ് എമൗണ്ട് കിട്ടുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമാണ്. അണ്ടർ പ്രീവിയസ് ടാക്സ് സിസ്റ്റം, സ്റ്റേറ്റ് ഗവൺമെൻറ് ഗോട്ട് വാറ്റ് റവന്യൂ, സെൻട്രൽ ഗവൺമെൻറ് ഗോട്ട് എക്സൈസ് ഡ്യൂട്ടി ആൻഡ് സർവീസ് ടാക്സ്. പ്രീവിയസ് ടാക്സ് സിസ്റ്റത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കിട്ടുന്ന വാറ്റ് ടാക്സിൽ നിന്നുള്ള റവന്യൂ ആണ്, സെൻട്രൽ ഗവൺമെൻറ് കിട്ടുന്ന എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ് ഇങ്ങനെയുള്ള ടാക്സിൽ നിന്നുള്ള റവന്യൂ ആണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. GST portal calculate the input tax credit which is used for payment during the next GST liability. GST പോർട്ടൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഇത് അടുത്ത GST ടാക്സ് പേയ്മെൻറ്റിന് സമയത്ത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതായത് GST ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എത്രയാണോ അത് കുറവ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് പേയ്മെൻറ്റ് നടത്തിയാൽ മതി. ഇവിടെ GST പോർട്ടലിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. അണ്ടർ പ്രീവിയസ് ടാക്സ് സിസ്റ്റം, ഡീലർ കാൽക്കുലേറ്റ് ദ നെറ്റ് വാറ്റ് ലയബിലിറ്റി ബൈ ഡിഡക്റ്റിംഗ് ഇൻപുട്ട് വാറ്റ് ഓൺ ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം ഔട്ട്പുട്ട് വാറ്റ് ഓൺ ഗുഡ്സ് സോൾഡ്. പ്രീവിയസ് ടാക്സ് സിസ്റ്റത്തിൽ നെറ്റ് വാറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡീലർ തന്നെയായിരുന്നു. കാൽക്കുലേറ്റ് ചെയ്യുന്നത് വാറ്റ് പെയ്ഡ് ഓൺ വാറ്റ് ഓൺ ഔട്ട്പുട്ട് മൈനസ് വാറ്റ് പെയ്ഡ് ഓൺ ഇൻപുട്ട്. എത്രയാണ് നോക്കും, സെയിൽസ് നടത്തിയപ്പോൾ കിട്ടിയ വാല്യൂ ആഡഡ് ടാക്സ് എത്രയാണെന്ന് നോക്കും. അതിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്ത വാല്യൂ ആഡഡ് ടാക്സ് എത്രയാണോ അത് കുറവ് ചെയ്യും. അങ്ങനെയാണ് നെറ്റ് വാറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഡീലർ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒന്നും ഇല്ല. നെക്സ്റ്റ്, ഓൺലൈൻ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് അണ്ടർ GST. ഓൺലൈൻ പേയ്മെൻറ്റ് ഈസ് കമ്പൽസറി ഇഫ് ടാക്സ് ഈസ് മോർ ദാൻ ₹10,000. GSTയിൽ ടാക്സ് ലയബിലിറ്റി അഥവാ ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ട് 10,000-ൽ കൂടുതലാണെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് കമ്പൽസറി ആണ്. അണ്ടർ പ്രീവിയസ് ടാക്സ് സിസ്റ്റം, ഓൺലൈൻ പേയ്മെൻറ്റ് വാസ് നോട്ട് കമ്പൽസറി. പ്രീവിയസ് ടാക്സ് സിസ്റ്റത്തിലെ ഓൺലൈൻ പേയ്മെൻറ്റ് കമ്പൽസറി ആയിരുന്നില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.